ഹലോ ഫ്രണ്ട്സ്, hasyscornerലേക്ക് സ്വാഗതം. ഇന്നൊരു പായസമാണ് ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്, വെർമിസെല്ലി 2 ടേബിൾ സ്പൂണ്, വെള്ളം ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ പാല് ഒരു 3/4 കപ്പാണ് എടുത്തിട്ടുള്ളത്, ഏലക്കാപ്പൊടി ഒരു നുള്ള്, പഞ്ചസാര 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, ഉപ്പ് ഒരു നുള്ള്. നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിന് അളവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂട്ടാട്ടോ, 1 കപ്പ് എടുക്കാം, എന്നാൽ കുറച്ചും കൂടി ലൂസായിട്ടുള്ള പായസം കിട്ടും. ഗ്യാസ് ഓണാക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് വെള്ളം ചൂടാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ട് വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 1 ടേബിൾ സ്പൂൺ റവയാണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നിറയെ വേണമെന്നില്ല, അതിൽ വേണമെങ്കിൽ ഒരിത്തിരി നമുക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വെർമിസെല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെർമിസെല്ലി എടുത്തിട്ടുണ്ട്. ഇത് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഡയറക്റ്റായിട്ട് അതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്കിനി ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു നുള്ളി ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. പശുമ്പാൽ, തിളപ്പിച്ച പശുമ്പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 3/4 കപ്പാണ് ഞാൻ പാലെടുത്തിരിക്കുന്നത്. വെള്ളത്തിൻ്റെ അളവും പാലിൻ്റെ അളവും ഞാൻ സെയിം ക്വാണ്ടിറ്റിയാണ് എടുത്തിരിക്കുന്നത്. ലൂസായിട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വെള്ളം 1 കപ്പ് എടുക്കുക, അതേപോലെ തന്നെ പശുവും പാൽ 1 കപ്പ് എടുത്താൽ മതി. കുറച്ചും കൂടി ഒന്ന് ലൂസായി കിട്ടും നമ്മുടെ പായസം. ഒന്ന് തളിച്ച് തരാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂണ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ടോ കേട്ടോ. 2-3 ടീസ്പൂൺ മതിയാവും. അപ്പോൾ തന്നെ നല്ല അത്യാവശ്യത്തിന് മധുരം ഉണ്ടാവും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി കേട്ടോ. അത് പെട്ടെന്ന് ആയി കിട്ടുന്ന പായസമാണ്. നന്നായിട്ട് തളിച്ച് വരാൻ തുടങ്ങുന്നുണ്ട്. നന്നായിട്ട് തളിച്ച് വരുന്നത് നമുക്കിതിലേക്ക് നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. നമുക്കിത് ഈ പായസം നമുക്ക് തേങ്ങാപ്പാൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഞാൻ ഈ പശുമ്പാൽ എടുത്തതിന് പകരമായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കുക. എന്നിട്ട് അതേ സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് 2ാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം പിന്നെ 1ാമത്തെ കട്ടിപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പായസത്തിൻ്റെ കൂടെ തന്നെ അവസാനം വേണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലും ടേസ്റ്റാണ്. ഞാനതിലിപ്പോൾ അത് ചെയ്യുന്നില്ല. ഒരു ഏകദേശം 2 കപ്പ് പായസം ഉണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്യുക. പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.